അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, കേരളത്തിലെ സമസ്ത വിഭാഗം രൂപീകൃതമായ അന്നു മുതൽ ഇന്ന് വരെ അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് പകരം അവർ എല്ലാ കാലവും ജനങ്ങളെ ഊന്നിപ്പഠിപ്പിച്ച വിഷയം അള്ളാഹുവിൻ്റെ ഔലിയാക്കളെക്കുറിച്ചും ആ ഔലിയാക്കളുടെ കറാമത്തിനെക്കുറിച്ചുമാണ്. അതിലേക്കാണ് കാലമിത്രയും അവർ ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. അവർ ഔലിയാക്കളെന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന മാനസിക രോഗികളും അല്ലാത്തവരുമായ ആളുകൾ ആ ആളുകളുടെ ഇല്ലാത്ത കറാമത്ത് കഥകൾ വാഴ്ത്തിപ്പറഞ്ഞ് ജനങ്ങളെ അതിലേക്ക് ആകർഷകരാക്കി അതിൻ്റെ പേരിൽ സാമ്പത്തിക നേട്ടം കൊയ്യുന്ന ഒരു വിഭാഗമാണ് സമസ്തക്കാർ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണെന്ന് പറഞ്ഞ് അനവധി ആളുകളെ അവർ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും കാലം ഔലിയാക്കൾ എന്ന പേരിൽ പരിചയപ്പെടുത്തി കൊടുത്ത എല്ലാ ആളുകളെയും കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു അവതാരമാണ് ഈ കോഴിക്കോട് ജില്ലക്കാരനായ മാനസിക രോഗിയായിരുന്ന മടവൂര്. ആ മടവൂരിനെ കുറിച്ച് അവർ പറഞ്ഞു കൂട്ടിയ കഥകള്, പറഞ്ഞു കൂട്ടിയ വിശേഷണങ്ങള്, മടവൂരിന് അവർ വകവെച്ചു കൊടുത്ത സ്ഥാനമാനങ്ങള്, ഇത് ഇന്നോളം മറ്റൊരാൾക്കും ഇവർ വകവെച്ചു കൊടുത്തിട്ടില്ല. എന്തിനധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും മടവൂരിന്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കുന്ന ആളാണ് എന്നിവരെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഈ മടവൂര് കുതുബുൽ ആലമാണ്, മുദബ്ബിറുൽ ആലമാണ്, കുതുബുൽ അക്താബാണ്, ഷെയ്ഖുൽ മശായിഖാണ്. എല്ലാ ഷെയ്ഖന്മാരുടെയും മുകളിലാണ്. അർശ് നിയന്ത്രിക്കുന്ന ആളാണ്, കുർസി നിയന്ത്രിക്കുന്ന ആളാണ്, ഈ ആലം മൊത്തം നിയന്ത്രിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് ഇത്രയും കാലം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്, ഇനി മടവൂരിനെ കുറിച്ച് റബ്ബുൽ ആലം എന്ന് പറയാൻ മാത്രമേ ഇവർ ബാക്കിയുള്ളൂ. കൊടിയ ശിർക്കിലേക്കും കുഫ്റിലേക്കും എത്തിക്കുന്ന ഇത്തരം പിഴച്ചവാദങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ഇന്ന് മുന്നിലുള്ളത് ഈ കുരുവട്ടൂരുകൾ എന്ന് പറയുന്ന പിഴച്ച വിഭാഗമാണ്. ആദ്യം തന്നെ ഈ കുരുവട്ടൂരുകൾ മടവൂരിന് ചാർത്തി കൊടുത്ത, മടവൂരിനെ വിശേഷിപ്പിക്കുന്ന ചില വിശേഷണങ്ങളൊന്ന് കേൾക്കുക. ഞങ്ങളുടെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിൽ മടവൂർ ശൈഖുനയുടെ ഖുതുബുൽ ആലം ശൈഖുന മടവൂർ, സുൽത്താനുൽ ഔലിയാ ശൈഖുന മടവൂർ, റഈസുൽ മഹ്ബൂബീൻ ശൈഖുന മടവൂർ, ഈ കാലഘട്ടത്തിന്റെ യുഗപുരുഷനായ കാലത്തിന്റെ പരിഷ്കർത്താവായ അനമുതബ്ബിറുൽ ആലം എന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം അല്ലാഹു കൊടുത്ത ശൈഖുൽ മശായിഖായ ശൈഖുന മടവൂർ. ആ മടവൂർ ശൈഖുനയുടെ മഹത്വം അല്ലാഹു ഞങ്ങളുടെ ശരീരത്തിൽ രക്തധമനികൾ ചലിപ്പിക്കുന്ന കാലത്തോളം ഞങ്ങളത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഒരു സംഘടനാ ഫാസിസത്തിനും സാധ്യമല്ല. ആ പൂതി അങ്ങ് മാറ്റി വെച്ചേക്ക്. കേട്ടില്ലേ? ഒരൊറ്റ ശ്വാസത്തിൽ എന്തൊക്കെയാണ് അലറിയത്. കുതുബുൽ ആലം, സുൽത്താനുൽ ഔലിയ, റഈസുൽ മഹ്ബൂബീൻ, പിന്നെ അന മുദബ്ബിറുൽ ആലം എന്ന് പ്രഖ്യാപിക്കാൻ അള്ളാഹ് അധികാരം കൊടുത്തു. അള്ളാഹ് എവിടെ അധികാരം കൊടുത്തോളൂ? ആരോടോ എന്നോട് പറഞ്ഞത്? ഏത് ശൈത്താനാ എന്നോട് പറഞ്ഞത് അള്ളാഹ് അധികാരം കൊടുത്തു എന്ന്? എന്റെ കോമാട്ടുചാലിലെ അബ്ദുള്ള എന്ന കുരുവട്ടൂര് ഹാഫിളോ ഓനായിരിക്കുമല്ലോ ശൈത്താന്റെ ഇൽഹാമൊക്കെ ഉണ്ടാവുക. ആ മടവൂരിന്റെ മഹത്വം ഞങ്ങളുടെ ശരീരത്തിൽ രക്തധമനികൾ ചലിക്കുന്ന കാലത്തോളം ഞങ്ങൾ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ തടയാൻ ആർക്കും ആവൂല. അതൊക്കെ ഇസ്ലാമിക രാജ്യത്ത് പോയി പറഞ്ഞു നോക്കണം. ആരൊക്കെ തടയാ, എങ്ങനെയൊക്കെ തടയാന്ന് അപ്പ കാണാം. ഇവിടെ പിന്നെ എന്തും പറയാലോ. ഏതായാലും ഈ പുരോഹിത ദജ്ജാലുകൾ പറഞ്ഞ് ഇവരുടെ വാക്ക് കേട്ട് ഇപ്പൊ എത്രത്തോളം എത്തിയെന്നോ, മടവൂര് പടച്ചോനാണ് എന്നുള്ളടത്തേക്ക് എത്തി. എല്ലാരും കേട്ടതായിരിക്കും ആ പാട്ട്. മടവൂരാണ് ഞങ്ങളെ പടച്ചോന്. കേട്ടു നോക്കി. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ല്. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ല്. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഹൂ അല്ലാ മടവൂര്, ഹൂ അല്ലാ മടവൂര്. മടിയിൽ കനമത് ഉള്ളോരെ കനമത് മടിയിൽ വെച്ചോളൂ. കുൻ ഫയകൂനിൽ കുൻ 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 ഹുവ 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 മടവൂര്, ഹുവ 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 മടവൂര്. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടി ചൊല്ല്. അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെ പാടണമെങ്കിൽ എത്രത്തോളം കുഫ്റുവിന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകും. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോട് നീ ചൊല്ല്, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോന്. ഹൂ അല്ലാ മടവൂര്. എന്താണോ അതിന്റെ അർത്ഥം? ഇവിടെ ചത്തുപോകുന്നുള്ള പേടിയിലൂടെ എനിക്കൊക്കെ
നരകത്തിലും സ്വർഗത്തിലും എനിക്ക് വിശ്വാസല്ലേ, പരലോകത്തിൽ വിശ്വാസല്ലേ? ഇതിന് പടച്ചോന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആൽബത്തിന്റെ മുകളിൽ ഇങ്ങനെ കണ്ടില്ലേ, തലക്ക് കയ്യും വെച്ചിട്ട് ഇങ്ങനെ സാമ്പാറിൽ മുരിങ്ങാക്കായി കിടക്കണ പോലെ ഇങ്ങനെ വിലങ്ങനെ കിടക്കണ്. അതാണ് പോലെ പടച്ചോന്. മുഖ്യങ്ങള് ഇസ്ലാമിന്റെ ഏത് ശത്രുവിന്റെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണോ ഇതൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? ആരെ കുറിച്ചാണ് ഈ പറയണത്? ഈ കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ നിന്ന് 34 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു പച്ചയായ മാനസിക രോഗിയായ ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യന്റെ ക്വാളിറ്റി പോലും ഇല്ലാതിരുന്ന പച്ചയായ പടുമാനസിക രോഗിയായ ഒരു പ്രാന്തനെ കുറിച്ചാണ് അയാൾ ഞങ്ങളെ പടച്ചോനാന്ന് പറയണത്. ഉളുപ്പിലൂടെ എനിക്കൊന്നും എന്താ അവന്റെ ഒക്കെ തൊലിക്കെട്ടി. ഏതായാലും ഈ പാട്ടിറങ്ങിയതോടുകൂടി ഇതങ്ങോട്ട് വിവാദമായി. ഒരു തരി ഈമാൻ മനസ്സിലുള്ള എല്ലാവരും ഇതിനെതിരെ പ്രതിഷേധിച്ചു. അപ്പൊ കുരുവട്ടൂരി വായാടികള് രംഗത്തിറങ്ങി എന്ത് ഞങ്ങളെ തലയിൽ വെച്ചിട്ടുണ്ടാ കേട്ടോളി. ഞങ്ങളുടെ പ്രഭാഷണങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് പിടിക്കാനില്ലാഞ്ഞിട്ട് ആരോ ഒരാൾ ആ പാട്ട് പുറത്തിറക്കിയ ആളുടെ അഡ്രസ്സിൽ തന്നെ വിളിച്ചു നോക്കിയിട്ട് അയാൾ പറയുന്നു ഞാനല്ല. അങ്ങനെയുള്ള ഏതോ ഒരു പാട്ട് ആരോ ഇറക്കിയത് അതാണോ ഞങ്ങളുടെ മേലിൽ വെച്ച് കെട്ടാമെന്ന് കരുതിയത് നിങ്ങൾ? അതിന്റെ അർത്ഥം എന്താ അറിയോ? ഞങ്ങളിൽ നിന്നൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒന്നും പറയാനില്ല. ഞങ്ങളുടെ ഏതെങ്കിലും സ്റ്റേജുകളിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു, അത് ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ പറഞ്ഞു, അത് ഒന്നുമില്ല, പച്ചയായ നുണ. ഏതോ പാട്ട് ആരോ പാടിയ പാട്ട് ധ്രുവം പറയാണ്. പാട്ട് പുറത്തിറക്കിയ ആളെ അഡ്രസ്സിൽ വിളിച്ച് ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചപ്പോ ഞാനല്ല എന്ന് പറഞ്ഞാലോ? പാട്ട് പുറത്തിറക്കിയ ആള് ഞാനല്ല എന്ന് പറഞ്ഞു പച്ച നുണല്ലേ? നമുക്ക് ആ ബോധമില്ല. എനിക്ക് പാട്ട് പുറത്തിറക്കിയ ആളോട് വിളിച്ചു ചോദിച്ചപ്പോ അയാൾ ഞാനല്ല എന്ന് പറഞ്ഞു. നുണരങ്ങൾക്ക് യാതൊരു എളുപ്പമില്ലല്ലോ. ഇരിക്കട്ടെ, ധ്രുവം പറയണേ ഞങ്ങളെ മേത്തങ്ങൾ വെച്ച് കെട്ടണ്ടാന്ന്. എടോ എന്റെ മുതുകത്ത് 6 ഇഞ്ചിന്റെ ആണി അടിച്ചിട്ട് ആദ്യമോ കൊളത്തിടും ഞങ്ങളിത് വെച്ച് കെട്ടണ്ടെന്നോ? എടോ അങ്ങനെ മേനി കണ്ട് കുടഞ്ഞു കഴിഞ്ഞാൽ തെറിച്ചു പോണ വഷളത്തരങ്ങളൊന്നല്ല നിങ്ങൾ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ പ്രസംഗിച്ച് കൂട്ടിയിട്ടുള്ളത്. നിങ്ങൾ അംഗീകരിക്കൂലല്ലേ? നിങ്ങളെ കൊണ്ട് അംഗീകരിപ്പിച്ച ഞങ്ങള് വെച്ചിട്ട് ഈ പാട്ടിറക്കിന്റെ പിന്നില് ഇതിന്റെ പ്രേരണ, ഒന്നാം പ്രേരണ ഈ കുരുവട്ടൂർ ഈ വായാടികള് കഴിഞ്ഞ 1 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ വിസർജിച്ചു കൊണ്ടിരിക്കുന്ന ആദർശ വഷളത്തരങ്ങളാണ്. ഒന്നാം പ്രതി നിങ്ങൾ തന്നെയാണ്. ഞങ്ങൾ തെളിയിച്ചരാ. നിങ്ങൾക്ക് മടവൂര് ഞങ്ങളെ പടച്ചോനാന്ന് പറഞ്ഞ് ഏതൊരു ഹയവാൻ പാട്ട് പാടിയത് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറഞ്ഞ് തന്നെ അതിലും വലുത് നിങ്ങൾ പറഞ്ഞിട്ടില്ലടോ. മടവൂര് അനല്ല എന്ന് പറഞ്ഞത് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലേ? ഇല്ലേ? കേട്ടു നോക്ക്. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹുവ ഹികായത്തും മിനല്ലാ, ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവരാണ് മഹാനരായ ഷെയ്ഖുന. മടവൂരിന്റെ ബന്ധുവായ റഷീദ് മുസ്ലിയാരാണ് റാവി. അപ്പൊ പിന്നെ പറയണ്ടല്ല കാര്യം. ആ വട്ട് കുറച്ച് ഇയാൾക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ അണ്ടോണയിൽ വെച്ചിട്ട് മടവൂര് പറഞ്ഞത്ര ആനല്ലോ നമുക്കതിനെ ന്യായീകരിക്കാണ്. അതിന്റെ വിശാലമായ അർത്ഥങ്ങളുണ്ട്. എന്ത് വിശാലമായ അർത്ഥമോ? അങ്ങനെ മടവൂരിന്റെ മുമ്പ് അനല്ല എന്ന് പറഞ്ഞ ചില ദജ്ജാലുകളെ ആ കാലത്തെ ഇസ്ലാമിക ഭരണകൂടം കുരിശിലേറ്റി കൊന്നിട്ടുണ്ട്. ആ ചരിത്രം എനിക്കറിയോ? ഇവിടെ പിന്നെ ഇസ്ലാമിക ഭരണമല്ലല്ലോ, അതുകൊണ്ട് മടവൂർ ഇങ്ങനെ നടക്കുന്നു. കുറെ കാലമായിട്ട് പിന്നെയും നടന്നു. അതും പോലപ്പിക്കാണ്ട് പോലത്തെ കുറച്ച് ആൾക്കാർ പിന്നാലെ നടന്നു. അപ്പൊ സുഹൃത്തുക്കളെ, അനല്ല എന്ന് മടവൂര് പറഞ്ഞതിനെ പ്രോത്സാഹിപ്പിച്ച, അതിനെ ന്യായീകരിച്ച ഇവര് മടവൂര് പടച്ചോനാന്ന് പറഞ്ഞതിനെ ഞങ്ങൾ അംഗീകരിക്കണില്ലെന്ന് എങ്ങനെ പറയാ? അള്ളാഹു എന്ന പദമാണോ പടച്ചോന് എന്ന പദമാണോ ഏറ്റവും മഹോന്നതിയിൽ നിൽക്കുന്നത്? പടച്ചവൻ ഖാലിഖ് എന്ന പദത്തിന്റെ എത്രയോ ഉയരത്തിലാണ് അള്ളാഹു എന്ന പദം. ഖാലിഖ് എന്ന പദം ആലങ്കാരികമായിട്ട് പ്രയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് കഴിച്ചിലാവുകയാണെങ്കിൽ, ഞാനൊരു കാര്യം ഉണ്ടാക്കി, ഞാനൊരു കാര്യം സൃഷ്ടിച്ചു, ഒരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി, അതിന്റെ സൃഷ്ടാവ് ഞാനാന്ന് പറയാം. ഖാലിഖ് എന്നുള്ള പദത്തിനൊക്കെ അത് ആലങ്കാരിക എന്നുള്ള കഴിച്ചിലാകാം. അള്ളാഹ് എന്നുള്ള പദം എന്ത് ആലങ്കാരികാണോ? നിങ്ങൾ ഈ മടവൂരിന നിങ്ങളുടെ കഴിഞ്ഞ 10 കൊല്ലത്തെ പ്രസംഗത്തിനിടയിൽ അള്ളാഹു ആയി തന്നെയാണ് നിങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും സംശയം നിങ്ങൾക്ക്? അള്ളാഹു എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം മടവൂര് ചെയ്യും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ ഒപ്പം തന്നെ നിങ്ങൾ മടവൂര് നിർത്തിയിട്ടുള്ളത്. അത് ഓരോന്നോരോ നിങ്ങൾ തെളിയിച്ചുതരാം.
ആദ്യമായി വരട്ടെ കുരുവട്ടൂരി വായാടികളിലെ 1-ാം നമ്പർ വായാടി കാട്ടുവളപ്പിൽ നൗഷാദ് എന്ന കാട്ടു തെച്ചാല് പറട്ടെ ആദ്യം. അതുകൊണ്ടല്ലേ ഈ മാസം കഴിഞ്ഞല്ലോ ശവ്വാല്, എവിടെയെങ്കിലും എല്ലാ അനുഗ്രഹങ്ങളും മടവൂർ ശൈഖിൽ നിന്നാണെന്ന് പറയാൻ പാടില്ല എന്ന ഒരു ലഫ്ദ് ഈ ശവ്വാൽ 1 മുതലുള്ള ഓരൊറ്റ പ്രസംഗത്തിലും പറയാൻ കഴിഞ്ഞില്ല. കാരണം അയാൾ അത് പറയുമ്പോൾ ശ്വസിക്കുന്ന ശ്വാസം പോലും ശൈഖുനയിൽ നിന്നാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം യുക്തിവാദി അള്ളല്ലാരും കുടിക്കുമ്പോ ആരെ വെള്ളമായി കുടിക്കുന്നത്? അള്ളാഹ് കൊടുക്കുന്ന വെള്ളം. മടവൂർ ശൈഖ് അല്ല എന്ന് പറയുന്ന വഹാബി ഓൻ പ്രസംഗിക്കാൻ നടന്നു പോകുന്നത് ശൈഖുന കൊടുക്കുന്ന ഖുവ്വത്ത് റഹ്മാനല്ലേ അള്ളാഹ് എല്ലാവർക്കും കൊടുക്കും. അതേ ശൈലിയാണ് ഔലിയാക്കന്മാർ. ഈ മടവൂരിനെ പടച്ചോനാക്കിയിട്ടില്ലേ? എന്താ പറയണത് അറിയോ? എല്ലാ അനുഗ്രഹങ്ങളും മടവൂരിൽ നിന്നാണ് എന്ന് പറയാൻ പാടില്ല എന്ന് പേരോട് പറഞ്ഞപ്പോള് ആ പറയുന്ന പേരോടിന് ശ്വസിക്കാനുള്ള വായു കൊടുക്കണ മടവൂരാണ്. മടവൂരിൽ നിന്നാണ് ശ്വസിക്കാനുള്ള വായു കിട്ടുന്നത്. ഏതുപോലെ അള്ളല്ല എന്ന് പറയണ യുക്തിവാദി കുടിക്കണ വെള്ളം അള്ളാന്റേതാണല്ലോ, അതുപോലെ ഈ മടവൂരിൽ നിന്നാണ് എല്ലാവരും ശ്വസിക്കുന്നത്. മടവൂര് ശൈഖല്ല എന്ന് പറയുന്ന വഹാബിക്ക് ഖുവ്വത്ത് കൊടുക്കുന്നത് മടവൂരാണ്. എല്ലാം കൊടുക്കുന്ന റഹ്മാനാണ് അള്ളാഹ്. അതുപോലെ തന്നെയാണ് ഔലിയാക്കളും. ഇനി എന്താണോ പടച്ചോനാക്കാൻ ബാക്കി? ലോകത്തുള്ള മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്, ഒരു വേള മക്കയിലെ മുശ്രിക്കുകൾ പോലും വിശ്വസിച്ചത്, എല്ലാം ഈ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്നാണ്. ഇവര് പറയണത് ഇതൊക്കെ മടവൂരിൽ നിന്നാണ്. ശ്വസിക്കുന്ന വായു, ഈ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഖുവ്വത്ത്, ഇതെല്ലാം മടവൂരിൽ നിന്നാണ് എന്ന് പറയുമ്പോ മടവൂര് പടച്ചോനല്ലേ? നിങ്ങളെ വാദപ്രകാരം അല്ലേ? ഈ ടീമിൽ അവസാനിച്ചോ? ഇല്ല, അടുത്ത് വരട്ടെ. ഒരു മനുഷ്യൻ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾക്ക് പ്രതിഫലം നൽകുന്നത് ആരാണെന്നാണ് മുസ്ലിങ്ങളെ വിശ്വാസം? അള്ളാഹു ആണ്. ഇവരെ വിശ്വാസം എന്താ? അത് മടവൂരിനെ പോലത്തെ ശൈഖന്മാരാണെന്ന്. കേട്ടോളി. അപ്പൊ കൂലി നൽകുന്നതും കൂലി വേണ്ടാന്ന് വെക്കുന്നതും അള്ളാഹുവിന് പകരം വന്ന ആളുകളുടെ മശായിഖന്മാരുടെ ചുമതലയാണ്. എങ്ങനെയുണ്ട്? ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മത്തിന് കൂലി നൽകുന്നതും കൂലി നൽകാതിരിക്കുന്നതും അള്ളാഹ്ക്ക് പകരം വന്ന മശായിഖന്മാരാണ്. അതന്നെ അള്ളാഹ്ക്ക് പകരമുള്ള പടച്ചോനാണ് നിങ്ങളെ മടവൂര് എന്ന് പറയണത്. ഇത് മടവൂരിനെ കുറിച്ചാണ് നിങ്ങൾ പറയണത്. അള്ളാഹ്ക്ക് എന്താ ഇവിടെ ജോലി? അള്ള ചെയ്യണ എല്ലാ പണികളും മടവൂര് ചെയ്യുന്നുണ്ട്. സ്വർഗം കൊടുക്കുന്നുണ്ട്, നരകത്തിന് രക്ഷപ്പെടുത്തുന്നുണ്ട്, സിറാത്തിന് രക്ഷപ്പെടുത്തുന്നുണ്ട്, ഖബറിന് രക്ഷപ്പെടുത്തുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. കൂലി നൽകുന്നുണ്ട്, കൂലി തടയുന്നുണ്ട്. ഇതന്നല്ലടോ അള്ളാഹ്ക്ക് പകരം മറ്റൊരു അള്ളാഹ് എന്ന് പറയണത്. ഇതിലും വ്യക്തമായിട്ട് എന്താ പറയേണ്ടത്? കഴിഞ്ഞിട്ടില്ല. ഇനി ഇവരെ മശായിഖന്മാര്, ഈ മടവൂരടക്കമുള്ള മശായിഖന്മാരുടെ മുമ്പിൽ ഇരിക്കുമ്പോ അള്ള മുമ്പിൽ വരുന്നത് പോലെയാണ്. കേട്ടോളി. ഇത് നിങ്ങൾ ഏത് ഹദറത്തിൽ പോയി ചോദിച്ചാലും അവർ പറയും. പുറത്തു നിന്ന് നോക്കിയാൽ അത് മനസ്സിലാകൂല. അതവിടെ പോയി ഇരിക്കൂ, അവരുടെ പരിശുദ്ധമായ മുഖത്ത് നോക്കിയിട്ടിരിക്കൂ, അല്ലെങ്കിൽ അവരുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കൂ. വിശാലമായ ആ വലിയ സ്നേഹം, അതിരുകളില്ല അതിന്. ആ സ്നേഹം അനുഭവിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹു തന്നെ നേരിട്ട് നമ്മെ സ്നേഹിക്കുന്ന റബ്ബ് നമ്മുടെ മുമ്പിൽ വന്നതുപോലെ നമുക്ക് എന്തെത്തിയാലും നമ്മുടെ മുന്നിൽ അവർ വരികയാണ്. നമുക്ക് ഏത് കാര്യങ്ങൾ ഉണ്ടായാലും നമ്മൾ അറിയുന്നതിന് മുമ്പ് അവർ നമുക്ക് നിർദ്ദേശങ്ങൾ തരികയാണ്. ഒരാൾക്കും നമ്മളെ സ്നേഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ സ്നേഹം ലോകത്ത് അവർ നമുക്ക് നൽകുകയാണ്. എപ്പോഴും തെറ്റുകൾ സംഭവിച്ചാൽ അവരെ റഹ്മത്ത് കൊണ്ട് അവർ പുറത്തു തരികയാണ്. അദബുകേടുകളെ അവർ മാഫാക്കുകയാണ്. അവർ നമ്മുടെ കാര്യങ്ങളിൽ നമ്മളിലേറെ ശ്രദ്ധ ചെലുത്തുകയാണ്. ആ മശായിഖന്മാരെ മുന്നിലുള്ള നമ്മുടെ ഇരുത്തവും നമ്മുടെ സുഹബത്തും അതിലേറെ രസകരമായ ഒരു സംഭവം ഭൂമി ലോകത്ത് ഇല്ലേ ഇല്ല. എന്തൊക്കെയാണ് ഇപ്പൊ ഈ പിശാചുവൻ പറഞ്ഞത്? മശായിഖന്മാരെ മുമ്പിൽ പോയി ഇങ്ങനെ ഇരിക്കുക, അവരുടെ ആ പരിശുദ്ധമായ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കൂ, എന്നിട്ട് അവരുടെ കാല് നക്കി കൊടുക്കൂ. അപ്പൊ അള്ളാഹു നേരിട്ട് വന്നതുപോലെ നമുക്ക് ഇങ്ങനെ തോന്നും. എങ്ങനെയുണ്ട്? നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ മുന്നിൽ അവർ വരും. ഏത് കാര്യവും നമ്മൾ അറിയുന്നതിന് മുമ്പ് അവർ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നിർദ്ദേശിക്കും, അതിന്റെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കും. തെറ്റുകൾ സംഭവിച്ചാൽ അവരുടെ റഹ്മത്ത് കൊണ്ട് അവർ പൊറുത്തു തരുന്നതാണ്. അള്ളാഹിനെ കുറിച്ചല്ല ഈ പറയണത് കേട്ടോ. ഇത് ഈ മടവൂരടക്കമുള്ള വട്ടന്മാരെ കുറിച്ചാണ് ഈ പറയണത്. അള്ള ചെയ്യണ എല്ലാ പണി അവര് ചെയ്യും. അവരെ മുന്നിൽ പോയിരുന്ന അള്ളാഹിന്റെ മുമ്പിൽ പോയിരിക്കണ മാതിരിയാണ്. ഇനി എന്തോടോ ഇതിലും മേലങ്ങൾ പറയാൻ ബാക്കി? ഇപ്പം ഇങ്ങനെ മോങ്ങിയിട്ട് കാര്യമുണ്ടോ? മടവൂരിനെ പഠിച്ചോനാക്കിയ പാട്ടിന്റെ പിന്നിൽ ഞങ്ങൾക്ക് പങ്കില്ല, ഞങ്ങളുടെ പുറത്ത് വെച്ച് കെട്ടണ്ട. വെച്ച് കെട്ടല്ല, ചാപ്പ കുത്തും ഞങ്ങള്. സുഹൃത്തുക്കളെ, ഈ പിഴച്ച വാദങ്ങൾ കുരുവട്ടൂരികൾക്ക് മാത്രമല്ല, ഈ കുരുവട്ടൂരികളുടെ വാദങ്ങൾ പേർന്ന ചില ശൈത്തന്മാര് ഈ മറ്റേ സംഘടനയിലുണ്ട്. അതിൽ പെട്ടൊരു മല്ല പ്രസംഗിക്കണം കേട്ടോ. കാണി,
ജീവിതകാലത്ത് നാം പല മഹാന്മാരെയും കാണുമ്പോൾ അവര് പറയാറുള്ളത് അല്ലാഹു സുഖപ്പെടുത്തട്ടെ, ഞാൻ ദുആ ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ശൈഖുന ജീവിതത്തിൽ ആരോടെങ്കിലും അല്ലാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല പറയാറുള്ളത്. അത് ഞാൻ ഏറ്റെടുത്തു, അത് ഞാൻ സുഖപ്പെടുത്തി, ആ കേസ് ഞാൻ വിധി പറഞ്ഞു എന്ന് അസന്നിഗ്ധമായി പറയാനുള്ള അധികാരം അല്ലാഹു നൽകിയില്ലേ? എന്താ ഓൻ കണ്ടം വർപ്പിച്ച് പറഞ്ഞത്? ജീവിതകാലത്ത് പല മഹാന്മാരെയും നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവരോട് പല പ്രശ്നങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ മടവൂരുമല്ല, അയാൾ അങ്ങനല്ല, അയാൾ അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്ന് പറയാറില്ല. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയാറുള്ളത്. അതല്ലേ ഞങ്ങൾ ഈ പറയണത്? പടച്ചോന്റെ പണിയാണ് അയാൾ എടുക്കുന്നത്, നിങ്ങൾ അയാളെ പടച്ചോനാക്കിയെന്ന് പറയേണ്ടതാണ്. കാരണം മടവൂരിന് അള്ളാന്റെ സഹായം ആവശ്യമില്ല. ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. കാരണം ഞാൻ വേറെ പടച്ചോനാണല്ലോ. മടവൂരിന്റെ വാദപ്രകാരം പോലെ വാദപ്രകാരം ഇനി നിങ്ങൾ പറയും മടവൂര് വേറെ പടച്ചോനാണെന്ന വിശ്വാസം നിങ്ങൾക്ക് ഇല്ലേ? നിങ്ങൾക്ക് ആർക്കും അതിൽ നിന്ന് കൈയെഴുകാൻ പറ്റുക? കഴിഞ്ഞിട്ടില്ല. ഇനി കാന്തപുരം വിഭാഗത്തിലുള്ള വേറൊരു മൊല്ലുണ്ട്, പിലാക്കൽ സക്കാഫി. ഓൻ പറഞ്ഞോട്ടെ കാണി. അത് കഴിഞ്ഞിട്ടും ഒരു വലിയ കുത്തുബ് എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക് എത്തി. അവിടുന്ന് അങ്ങോട്ട് മേലോട്ട് പോയാലും വീണ്ടും തീരാത്ത മക്കാമുകൾ ഉണ്ട്. പക്ഷെ അബ്ദുള്ള കഴിഞ്ഞാൽ പിന്നെ അടിമ അബ്ദ് ഇല്ലാതെ ഹുറായി മാറുക ചെയ്യാം. പിന്നെ അടിമക്ക് അബ്ദുൽ ഖാദിർ എന്ന് പറയൂല, പിന്നെ ഖാദിർ എന്നാ പറയാം. ഓരോ ഇസ്മു അച്ചേൽക്കാണ് പിന്നെ അടിമക്ക് തുലാക്കാക്ക്. റഹീം, മലിക്ക്, ഖുദ്ദൂസ്, സലാം, മുഅ്മിന്, മുഹൈമിന്, ഇങ്ങനെ പിന്നെ അടിമനെ പറ്റി പറയാം. അടിമയെക്കുറിച്ച് അല്ലാഹു തആല ഹുറാക്കി. അടിമ അൽ ഹുറിയത്തുൽ വഹബിയ എന്നാണ് ഔലിയാക്കന്മാർ അതിനെ പറ്റി പറയാം. ആ സ്ഥാനത്തേക്ക് എത്തിയാലോ? ആ സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ വലിയ ഞാനേ പറയൂ. ആ ഞാന് അള്ളാഹു ആയിരിക്കും. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. അള്ളാഹ് പറയേണ്ടതൊക്കെ ഇങ്ങനെ പറയാ ചെയ്യുക. അള്ളാഹുവിന്റെ ഭാഷയിലാണ് സംസാരിക്കുക, വലിയ സംസാരിക്കുക. സിയം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ലാസ്റ്റ് സമയങ്ങളിൽ ഞാൻ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. അത് വേണ്ട, അള്ളാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല, അത് വേണ്ട, ഞാൻ ബാത്തിലാക്കി, ഇങ്ങനെയൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഈ പുരോഹിതൻ എന്താ പറഞ്ഞത്? കുത്തുബിന്റെ മേലോട്ടാട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ അവസ്ഥയിലാണ് എത്തിയാൽ പിന്നെ അബ്ദില്ല, അബ്ദുള്ള എന്നുള്ള പരിപാടി ഉണ്ടല്ല. അള്ളാന്റെ അടിമല്ല, അബ്ദില്ല, അടിമല്ല, പിന്നെ ഒക്കെ ഞാൻ. പിന്നെ അള്ളാന്റെ എല്ലാ പേരുകളും പിന്നെ ഓനുണ്ടാവും. റഹീം, മലിക്, ഖുദ്ദൂസ്, സലാം, മുഹൈമിന്. അള്ളാഹിനെ കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ ഈ ചങ്ങായിനെ കുറിച്ചും പറയാം. പിന്നെ അള്ളാന്റെ ഭാഷയിലേ സംസാരിക്കുള്ളൂ. നിങ്ങൾ അള്ളാഹ് ആക്കിയിട്ടില്ലേ മടവൂരിന്? നിങ്ങൾ പടച്ചോനാക്കിയിട്ടില്ലേ? ആ അവസ്ഥയിലെത്തിയ ആളാണ് മടവൂര്. അള്ളാന്റെ ഭാഷയിൽ ഒരു സംസാരിച്ചിത്ര ലാസ്റ്റ്. പിന്നെ അള്ളാന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇതന്നെല്ലടോ അള്ളാഹക്കല്. ഇതിനു മേലെന്താ നിങ്ങൾ അള്ളാഹക്കാനുള്ളത്? കഴിഞ്ഞില്ല. ഈ നമുക്ക് എന്നെ പറയട്ടെ അടുത്ത ക്ലിപ്പില്. അള്ളാഹുവിനിക്ക് ഉറക്കമില്ല. ആയത്തുൽ കുർസിയിൽ പറഞ്ഞു അള്ളാഹു താലാക്ക് തൂക്കിയോർക്കോ അല്ല ഉറക്കില്ല. വലിയ അങ്ങനെ തന്നെയാണ്. വല്ല വലിയനെ കൂട്ടി മനസ്സിലാക്കണം. സഹോദരങ്ങളെ പേടിക്കണത് കേട്ടിട്ട് എന്താണ് ഇവന്മാരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ഇവന്മാരനെയാണോ സംസാരിക്കണത്, അതോ ശൈത്താൻ വരെ നാവിലിരുന്നിട്ട് സംസാരിക്കുകയാണോ? ആയത്തിൽ കുർസിയിൽ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞില്ലേ, ലാ തഖുദു സിനത്തും വലാ നൗം, അള്ളാഹ്ക്ക് ഉറക്കില്ല, തൂക്കി ഉറക്കില്ല. അതുപോലെ തന്നെയാണ് വലിയ. എടോ, അള്ളാഹിനെ പോലെ ഒരു സൃഷ്ടിനെ കുറിച്ച് പറയാൻ പാടുണ്ടോ? എന്താ അങ്ങനെ പറഞ്ഞാ വിധി? അള്ളാഹിനെ പോലെ ഒരു സൃഷ്ടിക്കാകാൻ പറ്റുമോ? അള്ളാഹിനെ പോലെ എവിടുന്നാണ് ഇതൊക്കെ പഠിച്ചത്? ഏത് ശൈത്താനാണ് എനിക്ക് ഇൽഹാം തരുന്നത്? ഏത് ജൂതനാണ് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്? കഴിഞ്ഞിട്ടില്ല. അള്ളാഹിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ ഒരു മടവൂരിനെ കുറിച്ചും മടവൂരിനെ പോലെയുള്ള വട്ടന്മാരെ കുറിച്ചും പറയും. വേറൊരു കളവൻ പറഞ്ഞു നോക്കി. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഹയാത്ത് കാലത്ത് ഒരാളൊരു മധുണ്ടാക്കി കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഒന്നുമല്ല, അവിടുത്തെ വസ്തുക്കൾ വിശേഷണങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. തഫീരീജുൽ ഖാത്തിർ എന്നൊരു കിതാബുണ്ട്. അതിൽ ബഹുമാനപ്പെട്ടവർ ഓവുസിന്റെ മക്കാമ് പറയുന്നുണ്ട്. ഓവുസിന്റെ ഒരു മക്കാമ് ഈ ലോകത്തുള്ള മുഴുവൻ വെള്ളവും മഷിയാവുകയും മുഴുവൻ മരങ്ങളും പേനയാവുകയും ചെയ്താലും എഴുതി തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ അവസ്ഥയാണ് അവരുടേതാന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്.
എന്താണ്? അൽ ഔസ് യുബായുഹുൽ കുൽ. ഔസിനോട് എല്ലാവരും ബയ്യത്ത് ചെയ്യണം. എല്ലാ നാട്ടുകാരും, എല്ലാ ജീവികളും, ജിന്നും മലക്കും മുഴുവൻ ആളുകളും. അങ്ങനത്തെ ഒരു പദവിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുല്ലാഹിന്റെ പദവി. ഇത് യഥാർത്ഥത്തിൽ കണ്ണുള്ളവർക്ക് കാണാൻ കഴിയുന്ന, ചെവിടുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു അത്ഭുത സംഭവമാണ്. കൽത്തർ ഉസ്താദ് എന്ന അയാളെ പേര്. ഏത് താറായാലും പ്രായത്രയില്ല ഇയാൾക്ക്. ആ താലിക്കെട്ട് കാക്ക തൂറാതിരിക്കാൻ വേണ്ടി കെട്ടിയതല്ലോ. ഇയാൾ പറയാ ലോകത്തുള്ള എല്ലാ മരങ്ങളും പേനയായി, ലോകത്തുള്ള എല്ലാ സമുദ്രവും മഷിയായി. എന്നിട്ട് ആ മഷി കൊണ്ട് ആ പേനയിൽ നിറച്ച് എഴുതിയാലും മടവൂരടക്കമുള്ള മശായിഖന്മാരുടെ മഹത്വം തീരൂലോന്ന്. ഇവിടെ പരിശുദ്ധ ഖുർആനിലെ അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് അത് മനസ്സിലായോ? സൂറത്തുൽ കഹ്ഫ് 109 قل لو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفد كلمات ربي ولو جئنا بمثله مددا. നബിയെ പറയുക, സമുദ്രജലം എന്റെ റബ്ബിന്റെ വചനങ്ങൾ എഴുതാനുള്ള മഷിയായിരുന്നുവെങ്കിൽ എന്റെ റബ്ബിന്റെ വചനങ്ങൾ തീരുന്നതിന് മുമ്പായി സമുദ്രജലം തീർന്നു പോകുക തന്നെ ചെയ്യുമായിരുന്നു. അതിന് തുല്യമായ മറ്റൊരു സമുദ്രം കൊണ്ടുവന്നാലും ശരി. അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞതാ. അതിലും വലുതാണ് മടവൂര്. ഈ ലോകത്തുള്ള എല്ലാ മരങ്ങളും പേനയായാലും, ഈ ലോകത്തുള്ള എല്ലാ സമുദ്രങ്ങളും മഷിയായിരുന്നാലും ഈ മടവൂരടക്കമുള്ള പിരാന്തന്മാരെ മഹത്വ എഴുതിയാ തീരൂല എന്നാണ് പറയണത്. നിങ്ങൾ അള്ളാക്കിയിട്ടില്ലേ മടവൂരിനെ? പടച്ചോനാക്കിയിട്ടില്ലേ? പടച്ചോന്റെ സ്ഥാനത്ത് നിങ്ങൾ കൊടുത്തിട്ടില്ലേ? ഈ വക വഷളത്തരങ്ങൾക്ക് കേൾക്കുന്ന ഒരു കൗമ് മടവൂരിനെ പടച്ചോന്റെ സ്ഥാനത്തേക്ക് സങ്കല്പിക്കൂലേ? അള്ളാഹിനോട് ചോദിക്കണ കാര്യം മടവൂരിനോട് ചോദിക്കൂലേ? ചോദിക്കും. എന്താ ഒരു മൊല്ലിയും കുറച്ച് കുട്ടികളും കൂടി, ബുദ്ധിയില്ലാത്ത കുട്ടികളെ കൂടെ നിർത്തിയിട്ട് കാണിക്കുന്ന കോപ്രായം കണ്ടോക്കി. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ. ഉങ്ങൾ തുണയല്ലാതൊരു തണലും ഞങ്ങളില്ല പൂങ്കവരേ. കാക്കണം ഞങ്ങളെ ശൈഖോരേ, നോക്കണം ഞങ്ങളെ മടവൂരേ. ഉങ്ങൾ തുണയല്ലാതൊരു തണലും ഞങ്ങളില്ല പൂങ്കവരേ. എന്താ ഓന്റെ ഒക്കെ ഒരു ഭക്തി? കൈ രണ്ടും ഉയർത്തിയിട്ട് ഇടക്കിടക്ക് നെഞ്ചത്തിങ്ങനെ വെച്ചിട്ട് ഭക്തിയിൽ ഇങ്ങനെ ആടി പാടാണ്. കാക്കണ ഞങ്ങളെ ശൈഖോരേ, നോക്കണ ഞങ്ങളെ മടവൂരേ. ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ. ഒരു ബടിയുണ്ട് കൈക്കല്. ആ ബടിയാണ് വാങ്ങിയിട്ട് ചാന്തിക്ക് നാലെണ്ണം കൊടുത്താൽ തീരണ സുഖം അതൊക്കെ ഉള്ളൂ. ഉങ്കള് തുണയല്ലാതൊരു തണലും. തമിഴാളെ പിന്നെ ഈ മാരിയിലും ഈ നൂലാമാരിയിലൊക്കെ ഉള്ളത്. എന്നടാ അണ്ണാച്ചി ഇന്ത മാതിരി പൈക്കം. ഇനിയിപ്പോ ചോദിക്കും, എന്തോടോ വഹാബി അതിൽ കുഴപ്പം? മടവൂരിനോട് അങ്ങനെയൊക്കെ പറയാന്നല്ലേ ഞങ്ങളെ വാദം? അതല്ലേ ഞങ്ങളെ ഇസ്തിഹാസ? അതല്ലേ ഞങ്ങളും തമ്മിലുള്ള തർക്കം? മടവൂരിനോട് അങ്ങനെ ഇസ്തിഹാസ നടത്തിക്കൂടെ എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ കഴിച്ചിലാകണ വരിയല്ലത്. കാരണം ഇയാൾ പറയണ എന്താ അറിയോ? ഉങ്കളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരേ. അതിന്റെ അർത്ഥം എന്താ? മടവൂര് മാത്രമേ ഞങ്ങൾക്ക് തുണുള്ളൂ. അല്ല ഏതായാലും നിങ്ങൾക്ക് തുണല്ല. അള്ളാഹിനോട് നിങ്ങൾ ചോദിക്കലുമില്ല. അള്ളാഹിനോട് നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം കിട്ടൂല. കാരണം അള്ള ട്രാൻസ്ഫോമർ ആണല്ലോ. പക്ഷെ ഞങ്ങളെ മമ്പുറത്ത് തങ്ങളെവിടെ? നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണ ബദരീങ്ങളെവിടെ? നിങ്ങൾ വിളിച്ച അലറണ മൊയ്തീശയോടെ അബ്ദുൽ ഖാദിർ ജീലാനി ചാടിക്കളിക്കലുണ്ടല്ലോ നിങ്ങള്. അപ്പൊ അതൊന്നും നിങ്ങൾ തുണയല്ലേ? മടവൂരല്ലാതെ വേറൊരു തുണി ഞങ്ങൾക്ക് ഇല്ല എന്ന് പറയുമ്പോ നിങ്ങളെ ഈ മുൻകഴിഞ്ഞ് പോയ നിങ്ങളെ ഈ മൊയ്തീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ്, മമ്പർത്ത തങ്ങൾ ഇവരൊന്നും നിങ്ങൾക്ക് തുണയല്ലേ? എന്താ നിങ്ങൾ ഈ പറയണത്? അപ്പൊ എല്ലാം ഞങ്ങൾക്ക് മടവൂരാണ്, ഞങ്ങൾക്ക് വേറൊരു തുണയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പാട്ട് മാത്രമല്ല മരിച്ചു പോണ സമയത്തും മടവൂരിനെ വിളിച്ച് മരിക്കണം എന്നാണ്. അങ്ങനെ ചെയ്ത ആൾക്കാരാണ് പല നേതാക്കന്മാരത്ര. മരിച്ചുപോയ സമയത്ത് മടവൂരിനെ വിളിച്ച് മരിച്ച ഒരു നേതാവിന്റെ ചരിത്രം വേറൊരു പുരോഹിതൻ പറയട്ടെ.
വഫാത്ത് നടക്കുന്നതിന്റെ തൊട്ടു മുമ്പല്ലേ 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് വരുന്നു. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ വീട്ടിന്റെ കതക് തുറക്കുന്നു. ഇന്ന് വൈലത്തൂര് മഖാം സ്ഥിതി ചെയ്യുന്ന പറമ്പിലേക്ക് യൂസുഫുൽ ജിലാനി തങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. പച്ചമരുന്നുകളുടെ സസ്യങ്ങൾ ഉപ്പാപ്പ വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കാറുണ്ട്. ബീവിത്താത്ത ചോദിച്ചു പോലും മക്കളൊന്നും ആ സസ്യം നശിപ്പിച്ചിട്ടില്ല. പാതിരാത്രി എന്തിനാ നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ പറമ്പിലേക്ക് നോക്കി നിൽക്കുന്നത്? ഒന്നും എന്റെയില്ല. ഉടനെ അകത്തേക്ക് അഥവാ അവിടുത്തെ വീട്ടുമുറ്റത്തുള്ള ദിവാനി കട്ടിലയിൽ കിടക്കുകയാണ്. കിബിലകളുടെ കൈകാലുകൾ നീട്ടിവെക്കുകയാണ്. മക്കളെ വിളിക്കാൻ ബീവിയോട് ഉപദേശിക്കുകയാണ്. സുബ്ഹാന മൻ ജല്ല ജലാലു. ഒരു റബീഉൽ ആഖിർ 22 സിയം അവിടുത്തെ ആത്മീയമായ ഉത്തുംഗ ശോഭാനത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തിയ അവിടുത്തെ മശായിഖുമാരിൽ പ്രധാനിയായ ഖുത്ബുൽ ആലം ശൈഖുനാ മടവൂർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. എടോ, ഏത് രംഗത്ത് നിങ്ങൾക്ക് അള്ളാൻ ആവശ്യമുള്ളത്? ഒരു മനുഷ്യൻ മരിക്കണ സമയത്ത് അവന്റെ അവസാനത്തെ കലാമ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ച് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലാന്ന് ഹദീസിലാ. ആ സമയത്തും CM ഇത് മടവൂരിന്റെ വലിയൊരു ഭക്തനായിരുന്നു ചങ്ങായി. ഈ വൈലത്തൂർ തങ്ങൾ ഈ അടുത്ത കാലത്താണ് പോയത്. അയാൾ മരിച്ച സമയത്ത് അവസാന സമയത്ത് ഒക്കെ റെഡി ഇരുന്നിട്ട് ഇങ്ങനെ കുളിച്ച് കുട്ടപ്പനായിട്ട് CM എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് കണ്ടാണ് പോയി എന്നാണ് പറഞ്ഞത്. ഏത് രംഗത്ത് നിങ്ങൾക്ക് അള്ളാൻ ആവശ്യമുള്ളത്? നിങ്ങളെ ജീവിതത്തിൽ സർവ്വരംഗത്തും നിങ്ങൾക്ക് മടവൂര്. മരിച്ചു കഴിഞ്ഞാലും മടവൂര്. അള്ള ചെയ്യണ എല്ലാ പണിയും മടവൂര്. പിന്നെ നിങ്ങളെ മടവൂരിനല്ലടോ നിങ്ങളെ പടച്ചോനെ, നിങ്ങളെ ഇലാഹ്. നിങ്ങൾ അള്ള മടവൂരല്ലേ? നിങ്ങൾ മടവൂരിനെ പടച്ചോനാക്കിയിട്ടില്ലേ? ഇതൊക്കെ സാധാരണക്കാർ ചോദിക്കുമ്പോ ഒരു കളവ മുസ്ലിയാരുടെ മറുപടി ഉണ്ട്, മടവൂർ അങ്ങനെ പടച്ചോനൊന്നും ആക്കാൻ പറ്റൂല, കാരണം പടച്ചോനാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. എന്തുകൊണ്ട് മടവൂർ പടച്ചോനല്ല? അച്ചങ്ങായി പറട്ടെ. സൂറത്തിൽ ഇഖ്ലാസിൽ അവൻ പഠിപ്പിച്ചെന്നില്ലേ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന ചെറിയ സൂറത്തിൽ പടച്ചോനെ പറ്റി നമുക്ക് പടച്ചോൻ പഠിപ്പിച്ചെന്നില്ലേ. ഇത് പടച്ചോൻ എങ്ങനാ മുയ്തി ചെയ്ത് പടച്ചോനായി പോകണ, ദിഫായി ചെയ്യണ പടച്ചോനായി പോക, മടവൂർ ഓരങ്ങനെ പടച്ചോനായി പോക. മടവൂർ ഓർക്ക് ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഉമ്മയും ബാപ്പയുണ്ട്. പടച്ചോൻ ഉമ്മയില്ല, ബാപ്പയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതകരമായ സംഭവം കാണുമ്പോൾ പടച്ചോനായി പോകുന്ന പേടി ചുന്നിയെ കൊണ്ട് ചിലർക്ക് പറയണ്ട. ചുന്നിപ്പെട്ടവന് എന്ത് തുന്നിയാണോ? എന്താ മൂപ്പര മഹത്തായ കണ്ടുപിടുത്തം? മടവൂർ എങ്ങനെയാണോ പടച്ചോനാകുക? മടവൂരിന് ഉമ്മയും ബാപ്പിയുണ്ട്, അള്ളാഹ്ക്ക് ഉമ്മയും ബാപ്പിയില്ലല്ലോ. ഇതിനൊക്കെ വേറൊരു ഭാഷയിൽ മറുപടി അറിയാത്തോണ്ടല്ല. അയാൾ പറയാ ഇപ്പൊ ചില സുന്യാക്കും തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ ചില ആശങ്കകള്, മടവൂര് പടച്ചോനാകുമെന്നുള്ളത്. കുറച്ച് ഈമാനുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. ഇത് ഉള്ളിൽ കറുമ്പെങ്കിലും അണുമണി തൂക്ക ഈമാനുള്ള ആൾക്കാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോ ഇത് മടവൂരിന് പടച്ചോനാക്കലല്ലേ എന്ന തോന്നലുണ്ടാകും. എന്ത് തുന്നിയാടോന്ന് ഇയാളോട് ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് തുന്നിയ? നിങ്ങൾ ഈ തുന്നിക്കൂട്ടിയ തുന്നി നിങ്ങൾ ഇസ്ലാമിലുള്ളല്ലോ തോന്നും. നിങ്ങൾ ഈ ഷിയായിസ്ന്ന് കുറെ സാധനം എടുത്ത് ഇവിടെ തുന്നിക്കൂട്ടി, ചേകന്നൂരിസത്തിൽ നിന്ന് കുറെ സാധനം എടുത്ത് ഇവിടെ തുന്നിക്കൂട്ടി, ക്രിസ്ത്യാനിസത്തിൽ നിന്നും കുറെ സാധനം എടുത്ത് ഇവിടെ തുന്നിക്കൂട്ടി, അതുപോലെ ജൂദാശത്തിൽ നിന്നും കുറെ സാധനം എടുത്ത് ഇവിടെ തുന്നിക്കൂട്ടി. അങ്ങനെ മൊത്തത്തിൽ തുന്നിക്കൂട്ടിയ തുന്നിയാണ് നിങ്ങൾ ഏത് തുന്നിയാ? ഏതായാലും ഇരിക്കട്ടെ. ഇച്ചങ്ങായി ഉണ്ടല്ലോ, മടവൂരിന് ഇമ്മി ബാപ്പി ഉണ്ടല്ലോ, മടവൂർ എങ്ങനെയാണോ പടച്ചോനാകുക എന്ന് ചോദിച്ച ഇച്ചങ്ങായി എന്നെ വേറൊരാളുടെ കറാമത്ത് പറഞ്ഞപ്പോ മടവൂരിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ കാണി. മഹാനായ പരിപ്പാട് മക്കാമ് സീമലിയുള്ള വെളിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് വെളിവാക്കിയതാ. ഇവിടെ ആരാ കബറിൽ കിടക്കുന്ന ആളെ പേര് ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത്. ഇവരെ പേര് അബ്ദുല്ലാഹിൽ ഖൈർ എന്നാണ്. ഇവരെ പേര് സൈനബ ഉമ്മ എന്നാണ്. ഈ സൈനബ ഉമ്മയും ഈ അബ്ദുല്ലാഹിൽ ഖൈറും തമ്മിലുള്ള ബന്ധം എന്താ? ഇത് ഭർത്താവാണ്, ഇത് ഭാര്യയാണ്. 500 കൊല്ലം മുമ്പാണ് ഇവർ ഇവിടെ വന്ന് വിവാഹത്തെടുക്കാൻ കൂടിയത്. ബഹുമാനപ്പെട്ട CM എന്ന് പറഞ്ഞതാ. അതിന്നും മൗലിദിലൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം അള്ളാഹു നമുക്ക് തന്ന ഈ കൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും. മടവൂർ എങ്ങനെയാണോ പടച്ചോനാകുക? മടവൂരിന് എമ്മിൻ ബാപ്പില്ലായിരുന്നു ചോദിച്ച ഇച്ചങ്ങായി ചോദിക്കുന്നുണ്ട്. ഇത് പറയുമ്പോ മടവൂരിന് എമ്മിൻ ബാപ്പില്ലായിരുന്നോ? മടവൂർ ഇങ്ങനെ മത്തംകുരി മാതിരി ഇങ്ങനെ പൊട്ടി മുളച്ചതാ തന്നെ.
ആ മടവൂർ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞിങ്ങനെ പിരാന്തായി നടന്ന കാലത്ത് അവിടെ വാന്തിക്കോ അവിടെ ഒരു കബറുണ്ട് അറിയും, ഇവിടെ വാന്തിക്കോ ഇവിടെ ഒരു കബറുണ്ട് അറിയും, അങ്ങനെ കുറെ ജാരങ്ങൾ പൊന്തിച്ചേക്കണെന്നാ പറയണത്. ഇതൊക്കെ അറിയാൻ കഴിയുന്ന ആ മഹത്തായ കഴിവ് അത് കൽപ്പം കണ്ടി വിശാലാകുമ്പോ പടച്ചോനാണ് എന്നാണ് തോന്നിപ്പോകുന്നു. അതെങ്ങനെയോട് തോന്നല് പടച്ചോനാണ്? ആ തോന്നല് മല അതൊക്കെ പഴിച്ചത് നിങ്ങൾക്ക് തോന്നി, നിങ്ങളെ കൗമ് പ്രാവർത്തികാക്കി. പടച്ചോനാന്നിങ്ങനെ തോന്നിയപ്പോ പാട്ടുണ്ടാക്കി. ഇതിലിപ്പോ ഞങ്ങൾ അംഗീകരിക്കൂല, ഞങ്ങൾ മടവൂരിനെ പടച്ചോനാക്കിയില്ല, മടവൂരിന് ഇമ്മിൻ ബാപ്പി ഉണ്ടല്ലോ അപ്പൊ പടച്ചോനല്ല എന്ന് അങ്ങനെ പറഞ്ഞാൽ കഴിച്ചിലാവും ഞങ്ങൾ വിചാരിച്ചത്? നിങ്ങളെ ഞങ്ങൾ വിടുന്ന ഞങ്ങൾ വിചാരിച്ചത്? നിങ്ങളെ വായ പൂട്ടിച്ചിട്ടാ ഞങ്ങൾ അടങ്ങുള്ളൂ ഇൻഷാ അല്ലാഹ്. ഒന്ന് പറയും നിങ്ങളാ കറാമത്തൊക്കെ നിങ്ങളൊരു 4 കൊല്ലം മുമ്പ് ചലച്ച കറാമത്തുകളൊക്കെ ഒന്ന് പറയും, ഞങ്ങളൊന്ന് കേക്കട്ടെ. ഈ കേരള മണ്ണില് ഈ വക തോന്നിയാസം പറയാൻ ഞങ്ങൾ അനുവദിക്കൂല. നീ പേടിയും ബേജാറും കുറച്ചൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങൾക്കത് അറിയാം. നിങ്ങൾക്ക് ഇത് പറഞ്ഞേ തീരും നിർബന്ധം ഉണ്ടെങ്കിൽ ഇവിടുന്ന് വിട്ടുപോയിക്കോളി കുറ്റിയും പറിച്ചിട്ട്. ആ ചങ്ങായി ഉണ്ടായിരുന്നല്ലോ മുമ്പ് ഒരു സ്വാമി നിത്യാനന്ദ, കുറെ ഏടാകൂടങ്ങൾ ഉണ്ടാക്കി, കുറെ കേസും കൂട്ടൊക്കെ ഉണ്ടാക്കി, അവസാനം ഇവിടുന്ന് മുങ്ങിയിട്ട് ഇക്കഡോറിലെങ്ങാണ്ട് ഒരു ഐലൻഡ് എടുത്തിട്ട് ആ ഐലൻഡ് സ്വന്തം രാജ്യമാക്കിയിട്ട് അതിന് കൈലാസം എന്ന് പേരും കൊടുത്തിട്ട് അവിടെ ഭരിച്ചു. പിന്നെ ഇപ്പൊ അവിടെയുള്ളത് അവിടെ സ്വന്തമായി കറൻസി, സ്വന്തമായ നിയമങ്ങള്, സ്വന്തമായ പട്ടാളം, സ്വന്തമായ ഭരണഘടന. എന്നിട്ട് ഓന്റെ കാമക്കേളികളും ഓന്റെ എല്ലാ കൂത്താട്ടപ്പാടും നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾ പോയിക്കോളി ഇക്കഡോർക്കോ വേറെ ഏതെങ്കിലും ദ്വീപിക്കോ പോയിട്ട് കുറ്റിയും പറിച്ച് പോയിട്ട് നിങ്ങൾ അവിടെ പോയിക്കാണ്ട് നിങ്ങളൊരു നിയമം ഉണ്ടാക്കി കളി. കൈലാസം എന്നോ അല്ലെങ്കിൽ കാഫില എന്നോ രാമേശ്വരം എന്നോ എന്തെങ്കിലും പേരിട്ടോളി. അവിടെ നിങ്ങളെ മടവൂരിനെ പടച്ചോനാക്കിക്കോളി. നിങ്ങള് ഭഗവാൻ മടവൂരാനന്ദ തിരുവടികൾ ആ പേര് ഇട്ടോളി. നിങ്ങൾ എല്ലാവരും വീടിന്റെ മുമ്പിലും മടവൂർ ഇങ്ങനെ തലക്കും കൈ എടുത്തേക്കണ ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഭഗവാൻ മടവൂർ ഈ വീടിന്റെ ഐശ്വര്യം ആ ഒട്ടിച്ചോളി, ജീവിച്ചോളി, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഇവിടെ സമ്മതിക്കൂല ഞങ്ങള്. ഇവിടെ ഒരു സലഫിയുടെ കൊക്കിയിൽ അവസാനത്തെ ശ്വാസമുള്ള കാലത്തോളം ഞങ്ങൾ ഇതിനെ ശക്തമായി ജനങ്ങൾക്ക് ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കും. ഈ വക തോന്നിയാസങ്ങൾ പറഞ്ഞേ തീരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വല്ല ദ്വീപുക്കൊക്കെ പോയിട്ട്, ആള് മനുഷ്യനില്ലാത്ത വല്ല ദ്വീപുക്കൊക്കെ പോയിട്ട് അവിടെ സ്വന്തമായ രാജ്യ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ നിങ്ങൾ മടവൂരിനെ പടച്ചോനാക്കിയിട്ട് കൊണ്ടുനടന്നോളി. ഞങ്ങൾ അങ്ങോട്ട് എതിർക്കാൻ വരൂല. എന്തായാലും അവിടുത്തെ രായാവാക്കിയിട്ട് നിങ്ങൾ കുരുവട്ടൂർ ഹാഫിദിൽ നിയമിച്ചോളി. എന്നിട്ട് ഇങ്ങനെ തോന്നിയ മാതിരി ജീവിച്ചോളി. അവിടെ നിങ്ങൾ തുണിയും കഴിച്ചിട്ട് നടന്നോളി, തല കുത്തി പറഞ്ഞോളി, നിങ്ങളെ ഭാര്യമാരൊക്കെ ഹാഫിദിന് മുമ്പ് കൊണ്ടേ കഴിച്ചു വെച്ചോളി. അങ്ങനെയുള്ള നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അന്യപ്പെണ്ണൻ ഷെയ്ഖിന്റെ കൂടെ കണ്ടാൽ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മളെ ഭാര്യമാർ അല്ലെങ്കിൽ ആരാണെങ്കിലും ഷെയ്ഖിന്റെ കൂടെ ഇരിക്കണ കണ്ടാൽ നമ്മളത് മോശം കരുതാൻ പാടില്ല. അതൊക്കെ നിങ്ങളവിടെ നടത്തിക്കോടി. നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേട്ടോളി. മശായിഖന്മാർക്ക് എന്ത് ആണും പെണ്ണും? മശായിഖന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ്, മൃഗം, കല്ല് ഇതൊക്കെയും സമമല്ലേ? ഇതുകൂടി മനസ്സിലാക്കാതെ ഹദറത്തിലെത്തിയാൽ പിന്നെ എങ്ങനെയാവും? ഇവർക്ക് അതാണ് മഹാനായ മടവൂർ ശൈഖുനയുടെ മൗലിദിൽ നമ്മൾ പറയാറില്ലേ, ലാ ഫർഖ ഇൻദ ഹദറത്തിഹി ബൈന റിജാലി വന്നിസാ. അവിടെ എത്തിയാൽ പിന്നെ ആണ് പെണ്ണ് എന്ന തരം തിരിക്കലൊന്നുമില്ല. അവിടെ എല്ലാവർക്കും വരാം. ശൈഖ് അവർക്ക് ഇഷ്ടമുള്ളവരെ അടുത്തിരുത്തും. അതാണാകാം, പെണ്ണാകാം, അവർക്ക് ഇഷ്ടമുള്ളവരെ ഖിദ്മത്തിലാക്കും. അതൊക്കെ അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അവരെന്തുമാക്കും, അവരെ ശരീരത്തെ തന്നെ എന്തുമാക്കും. ആണിനെ പെണ്ണാക്കാനും പെണ്ണിനെ ആണാക്കാനും കഴിയുന്നവരല്ലേ അവർ. എന്തിന് ആകാശം വേണമെങ്കിൽ ഭൂമിയാക്കാനും ഭൂമി ആകാശമാക്കാനും അധികാരമുള്ളവരാണ് അവർ. നമ്മളെ ഈ താഴ്ന്ന ചിന്തയിൽ അവരെ കാണാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം നീയും നിന്റെ ഭാര്യയും മക്കളും ഒക്കെയും അവർക്ക് സമമാണ്. അവരെ കൂടെ റൂമിൽ ഒരു പെണ്ണ് വന്നാൽ, ഒരു പൂച്ച വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ കണ്ടാൽ മതി. അതിന് കുഴപ്പമുണ്ടോ? ആ മശായിഖന്മാർക്ക് എന്താണും പെണ്ണും. ഇവന്റെ ഒക്കെ കെട്ടിയോള് വല്ല മശായിഖന്മാരെ കൂടെ ഇരിക്കണുണ്ടെങ്കിൽ കെടുക്കണുണ്ടെങ്കിൽ നമ്മൾ മോശം വിചാരിക്കാൻ പാടില്ല. കാരണം മശായിഖന്മാർക്ക് എന്താണും പെണ്ണും. അതിനൊക്കെ നല്ലത് ഇതുപോലത്തെ ഏതെങ്കിലും ദ്വീപിലൊക്കെ പോയിട്ട് അവിടെ സ്വന്തമായി രാജ്യം ഉണ്ടാക്കിയിട്ട് അവിടെ മടവൂരിനെ പടച്ചോനാക്കിയിട്ട് വാഴിച്ചോളി. ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഞങ്ങൾ അങ്ങോട്ട് വരൂല. നിങ്ങൾ ചെറിയ തോണ്ടാനെ ഈ കേരളത്തില് ഇത് പറയാങ്ങളെ പോലെ ഞങ്ങൾ വിടൂല. മനസ്സിലാക്കിക്കോ. ഇവർക്ക് അങ്ങനെ ഒരു ധാരണ. ഞങ്ങൾ ഈ പറയുന്നതൊക്കെ കിതാബിൽ തെളിവുള്ള കാര്യങ്ങളാണ്. മശായിഖന്മാർക്ക് ആണും പെണ്ണുമില്ല, എല്ലാം സമമാണ്. ഏതെങ്കിലും കഞ്ചാവടിച്ചിറക്കണ സൂഫി ചെയ്ത കിതാബിൽ ഉണ്ടാവുന്നത്. അതാണ് സമുദായത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം. ഇവനെ പോലെയുള്ള ഈ ജൂതന്റെ അച്ചാരം പറ്റി ജീവിക്കുന്ന ഇവനെ പോലെയുള്ള ഇസ്ലാമിക ശത്രുക്കൾ ചില കിതാബ് വായിച്ചു വെച്ചിട്ടുണ്ടാവും. അതങ്ങനെ വിളമ്പന്നെ. അവന്റെ കയ്യിലൊക്കെ ആജാതി കിതാബ് കിട്ടിക്കഴിഞ്ഞാല് വല്ല അപസ്മാരം കുടിച്ച പിരാന്തന്റെ കയ്യിൽ മെഷീൻ ഗണ്ണ് കിട്ടിയ മാതിരിയാണ്. സ്വതവേ പിരാന്ത്, അതിന്റെ പുറമെ അപസ്മാരത്തിന്റെ വിറയലും. ആ ആളെ കയ്യിൽ മെഷീൻ ഗണ്ണും കൂടെ കൊടുത്ത് അങ്ങനെ ഉണ്ടാവും. ചുറ്റുഭാഗത്തുള്ള എത്ര ആൾക്കാരെ ജീവൻ പോയിട്ടുണ്ടാവും. ആ ഒരു അവസ്ഥയാണ് ഈ കുരുവട്ടൂരുകൾ അടക്കമുള്ള ആളുകളുടെ കയ്യിൽ കുറച്ച് സൂഫി കിതാബ് കിട്ടിയപ്പോഴുള്ള അവസ്ഥ. സമുദായത്തിന്റെ ദുരന്തം. പേടിക്കണം സമുദായം വരെ.
പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവിടുത്തെ 90% സാധാരണക്കാരായ സമസ്തക്കാരും നിങ്ങളുടെ ഈ പിഴച്ച വിശ്വാസത്തിനെതിരാണ്. നിങ്ങളുടെ ഈ കീറ കിതാബും സൂഫി കിതാബും കണ്ട് സമസ്തക്കാരായവരല്ലവര്. അവർ വല്യപ്പ സമസ്തക്കാരനായിരുന്നു, ബാപ്പ സമസ്തക്കാരനാണ്, അവരും സമസ്തക്കാരെ കൂടെ അങ്ങനെ പോകുന്നു. അല്ലാതെ നിങ്ങളുടെ ഈ പിഴച്ച വിശ്വാസം ഇവിടുത്തെ സാധാരണക്കാരന്റെ തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. അപ്പൊ കുരുവട്ടൂരികളുടെ ജൂത ആശയം പേർന്ന ചില മൊല്ലമാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ മടവൂരിനെ പടച്ചോന് നോക്കിയിട്ടുണ്ട്, അതിന്റെ അപ്പുറം നോക്കിയിട്ടുണ്ട്. അതൊന്നും രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കൂല. ആ അത്രത്തോളം വിസർജ്യങ്ങളാ നിങ്ങൾ കഴിഞ്ഞ 10 കൊല്ലത്തോടെ പ്രസംഗിച്ച് കൂട്ടിയത്. അതൊക്കെ ഓരോന്നോരോന്ന് നിങ്ങൾ പുറത്തു കടന്നു ചെയ്യും. ഇനി ഇതിന്റെ ഭാഗമുണ്ട്, വേറെ ഒരുത്തുണ്ടല്ലോ, ഒരു ക്യാമറ തൂക്കി തെണ്ടി തിരിഞ്ഞെടുക്കണ മടവൂർ കാഫില, ഓനുണ്ട് ഇതിൽ കുറച്ച് പങ്ക്. ഈ മടവൂരിനെ ചില പിരാന്തന്മാർ പടച്ചോനാക്കിയിട്ട് ഓനും ചെറുതല്ലാത്ത പങ്കുണ്ട്. പക്ഷെ ഓന്റെ ചില വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാവും മടവൂർ പടച്ചോൻ പോയിട്ട് ഒരു സാധാരണ പടപ്പിന്റെ ക്വാളിറ്റി പോലും ഇല്ലാത്ത ഒരു മുഴുവട്ടനായിരുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.